നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ 15കാരൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി ജില്ലാ ക്രൈംബ്രാഞ്ച്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നറിയാൻ കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി വിനീഷിന്റെ ഫോൺ രേഖകൾ ശേഖരിക്കും. വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്, ഇപ്പോൾ ഇന്നലെ തന്നെ AK ശശീന്ദ്രനടക്കം സംസാരിച്ച ഒരു കാര്യമുണ്ട്, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ളത്. അത്തരത്തിലാണല്ലോ ഇപ്പോൾ കേസ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ഈ ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? അഞ്ജലി, കുറെ നീക്കങ്ങളാണ് ഇനി പ്രധാനമായും ഈ കേസിൽ നടത്താനുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നത്. അതായത് പ്രധാനമായും ഈ ഇത്തരത്തിൽ ഇത് ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ മാത്രമാണ് ഇക്കാര്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുള്ളൂ. നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒറ്റപ്രതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പോലീസ് ഇന്നലത്തെ പ്രാഥമികമായി തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പോലീസ് പ്രാഥമികമായി ഒരാളിലേക്ക് മാത്രമാണ് എത്തിയത്. പ്രത്യേകിച്ചും മറ്റൊരാളെ ചോദ്യം ചെയ്തിരുന്നില്ലെങ്കിലും അയാളുടെ പങ്ക് കൃത്യമായി മനസ്സിലാകുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റ് രീതിയിലേക്കുള്ള നടപടികളിലേക്ക് ഏതാണെങ്കിലും പോകാതിരുന്നത്. ക്രൈംബ്രാഞ്ച് കേസ് പ്രധാനമായും അന്വേഷിക്കുക സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രാഥമികമായ പരിശോധനയാണ് നടത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. അതിനുവേണ്ടിയാണ് ഈ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത്. മുമ്പ് ഇയാൾ ആരെങ്കിലുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, മാത്രമല്ല ഈ നാട്ടുകാരുൾപ്പെടെ നേരത്തെ തന്നെ പലതവണ പരാതി, അതായത് ഈ കാര്യത്തിൽ മാംസ വിൽപ്പന ഉൾപ്പെടെ നടത്തുന്നുണ്ട്, ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ പിടിക്കുന്നുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില ആളുകളൊക്കെ അത് നാട്ടിലൊക്കെ പറയുന്ന രീതിയിൽ തന്നെ ഈ ക്രൈംബ്രാഞ്ച് കരുതുന്നത് അവരോട് ചോദിച്ചുകൊണ്ട് അവരിൽ നിന്ന് കുറെ വിവരങ്ങൾ ശേഖരിച്ച് അത്തരത്തിൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റാളുകളിലേക്ക് കൂടി എത്താൻ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി എത്താനുള്ള ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇയാളുടെ ഫോൺ രേഖകൾ ആദ്യം പരിശോധിക്കും. ആ ഫോൺ രേഖകൾ ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിലുമൊക്കെ സ്ഥിരമായി ബന്ധപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അതിനടിസ്ഥാനത്തിൽ അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും. രണ്ടാമതാണ് ഞാൻ പറഞ്ഞതുപോലെ നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. പ്രത്യേകിച്ച് ഇയാളെ അറിയാവുന്നതും ഇയാളെ കുറിച്ച് വിമർശനമുള്ള ആളുകളെയും എല്ലാം കണ്ടെത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു നിലപാടിലേക്ക് ക്രൈംബ്രാഞ്ച് പോകും. പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ, ഇത് തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാർ ഉൾപ്പെടെ മനസ്സിലാക്കിയ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നതാണ്. ആ വിവരങ്ങളെല്ലാം ഒന്നുകൂടി ചോദിച്ചറിയുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. മാംസ വിൽപ്പന ഉൾപ്പെടെ നടത്തുവാൻ വേണ്ടിയിട്ട് ഈ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് മറ്റാളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്താനുള്ള ശ്രമമായിരിക്കും പ്രാഥമികമായി നടത്തുക. മാത്രമല്ല KSEB ഇക്കാര്യത്തിലൊരു അവിടെ പരിശോധന നടത്തിയ ഒരു റിപ്പോർട്ട് സ്വാഭാവികമായും KSEBയുടെ ഭാഗത്തുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തുന്ന കാര്യം കൂടി പരിശോധനയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ചുമത്തിരിക്കുന്ന വകുപ്പിന് പുറമെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഈ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകുന്ന കാര്യം കൂടി മുമ്പിലുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചറിയുക. പ്രത്യേകിച്ച് എത്ര തവണ ഈ മൃഗങ്ങളെ വേട്ട നടത്തിയിട്ടുണ്ട്, ആർക്കൊക്കെ ഈ മാംസം വിറ്റിട്ടുണ്ട്, ഇയാളുടെ സൗഹൃദം ആരൊക്കെയാണ്, മുമ്പ് ഇയാൾക്ക് സഹായം ചെയ്തത് ആരൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയമായ ഒരു വിവാദങ്ങളുണ്ടായ ഒരു കേസാണ്. വലിയ തരത്തിൽ കേരളം ചർച്ച ചെയ്ത കേസാണ്. നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ചിന് മുമ്പിലുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം വ്യക്തത നേടാൻ വേണ്ടി ഇയാൾക്കാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങളും ആകെ ബന്ധപ്പെട്ട കാര്യങ്ങളും വ്യക്തമായി പരിശോധിക്കാനാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഈ കസ്റ്റഡി അപേക്ഷ ഇന്നോ നാളെയോ ആയി നൽകാനാണ് സാധ്യത. ഏതാണെങ്കിലും ആ കാര്യത്തിൽ ഒരു തീരുമാനം, അതായത് അന്വേഷണം കൈമാറിയതിനു ശേഷമുള്ള തീരുമാനം ഉൾപ്പെടെ ഇനി ഉണ്ടാവും. പ്രത്യേകിച്ച് അന്വേഷണ സംഘം ഒരു യോഗം ഉൾപ്പെടെ ചേർന്നുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കും അതോടൊപ്പം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലുമാണ് ക്രൈംബ്രാഞ്ച്. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ആ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നറിയാൻ കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി വിനീഷിന്റെ ഫോൺ രേഖകൾ കൂടി ഇന്ന് ശേഖരിക്കും. വിവരങ്ങൾ നൽകിയത് അജിത് ബാബുവാണ്.
അതേസമയം നിലമ്പൂർ അപകടം ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ ആയുധമാക്കുകയാണ് മുന്നണികൾ. വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇന്ന് LDF മാർച്ച് നടത്തും. KCB ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തും. വിവരങ്ങളുമായി നമ്മോടൊപ്പം ബെൻസൺ കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ UDF വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ AK ശശീന്ദ്രന്റെ ഗസ്റ്റ് ഹൗസിന് മുന്നിലേക്ക് വലിയ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തുടരുമെന്നാണ് അറിയുന്ന വിവരം. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അനന്തുവിന്റെ മരണം പ്രധാന ചർച്ചാ വിഷയവും പ്രധാന പ്രചാരണ വിഷയവുമാവുകയാണ്. കാരണം ഇന്നു മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ സ്ഥിരമായി മണ്ഡലത്തിലുണ്ട്, പ്രചാരണത്തിൽ സജീവ പങ്കാളിയാകും. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 10 മണിയോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് അനന്തുവിന്റെ വീട് സന്ദർശിക്കും. അതോടൊപ്പം തന്നെ UDFന്റെ നേതൃത്വത്തിൽ വിവിധ പ്രക്ഷോഭ പരിപാടികളും ഇന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. KCBയുടെ അനാസ്ഥയ്ക്കെതിരെ വഴിക്കടവ് KCB ഓഫീസിലേക്ക് UDF മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFന്റെ ഭാഗത്തു നിന്നും അതിന്റെ ഭാഗമായിട്ടൊരു പ്രതിരോധം എന്ന നിലയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ട്. നമുക്കറിയാം, ഈ അപകടം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ UDF ഉയർത്തിയ ആരോപണം ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നതായിരുന്നു. അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് UDF. ആ നിലയ്ക്ക് തന്നെയാണ് അവരുടെ പ്രതിഷേധവും പ്രചാരണവും ഉണ്ടാവുക. എന്നാൽ അത് അത്തരത്തിലല്ല. ഒരു സ്വകാര്യ വ്യക്തി നടത്തിയ അനാസ്ഥ, അതിന്റെ ഇരയായതാണ് ആ കുട്ടി എന്ന നിലയ്ക്കുള്ള ഒരു പ്രതിഷേധമാണ് LDFന്റെ അല്ലെങ്കിൽ ഒരു പ്രതിരോധമാണ് LDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതിയായ വ്യക്തിയുടെ UDF ബന്ധം, UDF പശ്ചാത്തലം, അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിരോധമാണ് LDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തുന്നത്. കാരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള വ്യക്തിക്കും ഈ പ്രതിക്കുമുള്ള ആ ബന്ധമെല്ലാം ആരോപിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ തന്നെ UDF ബന്ധം, ഇതിൽ കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം LDF ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് LDF എന്ന ഇത്തരത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ആ മേഖലയിലെ പന്നികളെ, അല്ലെങ്കിൽ വഴിക്കടവ് പഞ്ചായത്തിലെ പന്നികളെ, ഒരു പഞ്ചായത്തിൽ പന്നികൾ പെറ്റുവരികയാണെങ്കിൽ, കാട്ടുപന്നികൾ പെറ്റുവരികയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. പക്ഷെ ആ അധികാരം പഞ്ചായത്ത് ഉപയോഗം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ LDFന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിലേക്ക് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം BJPയും പ്രധാന പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. അനന്തുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നാവശ്യപ്പെട്ട് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നയിക്കുന്ന പ്രതിഷേധ ധർണ ഇന്നുണ്ട്. അത് നിലമ്പൂർ വനം വകുപ്പ് ഓഫീസിന് മുൻപിലാണ്. അത് K സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇന്ന് മണ്ഡലത്തിലുണ്ട്, പ്രചാരണത്തിന്റെ ഭാഗമായി ഉണ്ട്. അവരും ഈ വിഷയം തന്നെയായിരിക്കും പ്രധാന പ്രചാരണ വിഷയമാക്കുക. വിവിധ പ്രതിഷേധ പരിപാടികൾ ഇവർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ LDFന്റെ മുതിർന്ന നേതാക്കൾ, CPIMന്റെ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ മണ്ഡലത്തിലുണ്ട്. R ബിന്ദു, അബ്ദുറഹ്മാൻ പ്രസാദ്, OR കേളു, GR അനിൽ, അതോടൊപ്പം തന്നെ വനം മന്ത്രി AK ശശീന്ദ്രനും മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇവർ നടത്തുന്ന പ്രചാരണത്തിലും പ്രധാന വിഷയം ഇത് തന്നെയായിരിക്കും. ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ AK ശശീന്ദ്രനെതിരെ കോഴിക്കോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. അദ്ദേഹം ഇന്ന് പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചുങ്കത്തറ, പോത്തുകല്ല്, എടക്കര തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് പ്രചാരണം നടത്തുക. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ഇന്ന് നടത്തുന്ന പ്രതികരണങ്ങളും പ്രധാനപ്പെട്ടതായിരിക്കും. ശരി ബെൻസൺ, ഇതാ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തും. KCB ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തും. വിവരങ്ങൾ നൽകിയത് ബെൻസനാണ്.